എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഹായ്, എന്താ പാട്? സുഖല്ലേ? ഒരു 2-3 ദിവസമായിട്ട് ഈ ഡൽഹിയിലെ വിഷയം വല്ലാണ്ട് കത്തിക്കേറിയിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ. പല ആളുകളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ഞാനും ചെയ്തു 2-3 വീഡിയോ. അങ്ങനെ പോലീസുകാരും നാട്ടുകാരും വിദ്യാർത്ഥികളെ ഒന്നും നോക്കിയിട്ട് ഒതുക്കാൻ പറ്റാത്ത ഈ ഒരു വിഷയം ഒരുത്തം വിചാരിച്ചപ്പോൾ നടന്നു. ആരാണെന്നല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുമ്പ് ഞാൻ അറിഞ്ഞതും ഇത്രയും കാലം പുറത്തു വരാത്ത മോദിജി വരെ പുറത്തു വന്നതും ഒക്കെ ഒരൊറ്റ ആളെ വാക്കുമേണ്. എന്താണ് ആ വാക്ക് എന്നല്ലേ? അത് നിങ്ങൾ തന്നെയാണ് കേട്ടോ, അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഇതാ കേട്ടോ. ഞാൻ സ്റ്റുഡൻസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇതന്നെ ഏതോ ചൈന ഭാഷ എന്നാ തോന്നുന്നത്. പക്ഷെ മോദിക്ക് മനസ്സിലായിക്കണു മോദിനെ കുറിച്ചിട്ടാണെന്ന് സംശയത്തിന്റെ പ്രകാരം ഒരു ചെറിയ കണിക കിട്ടിയപ്പോഴത്തേക്ക് പുള്ളി വന്നു. മൈ ഫ്രണ്ട് വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ട്. അതായത് ഡൽഹിയിൽ നടക്കുന്ന വിഷയത്തെ കുറിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് മൈക്കി കൊണ്ട് ചെന്നിക്ക എന്താ അഭിപ്രായം ഓൻ പറയണല്ലോ. കേരളത്തിൽ ഓനല്ലേ ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കണേ. അപ്പോ കേട്ടില്ല നിങ്ങള്? അതന്നെ ഭയങ്കര അക്ഷര സ്ഫുടതയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്താന്ന് ഓനിക്കും പഠിച്ചോനും മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഓൻ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? ഇനി അതവിടെ കേട്ടെ. വേറൊരാൾ വന്നിരിക്കുന്നു. എന്ത്? എനിക്കാണ് ആ മോദിജിയുടെ സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഡൽഹിയിൽ ആദ്യം കർഫ്യൂ പ്രഖ്യാപിക്കും, എന്നിട്ട് മുകളിലേക്ക് ഒന്ന് വെക്കും. അത് കഴിഞ്ഞിട്ടും ആളുകൾ അടങ്ങുന്നില്ലെങ്കിൽ ടകടകടകടന്ന് നിരത്തി. അത് ഞാൻ ഇതിൽ പറയാൻ പറ്റൂല. കാരണം എന്താ അറിയോ? യൂട്യൂബിന് കുറച്ച് പോളിസി ഉണ്ട്. അതങ്ങോട്ട് ഉറങ്ങണോടത്ത് നീച്ച് വരും. കാരണം ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നിട്ട് നമ്മളെ സമൂഹത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളെ നിയമത്തിനും ഇതൊരു പ്രശ്നമല്ല. എന്ത് അതുപോലെയൊക്കെയാണ് പറഞ്ഞോട്ടെ, ഒരു നമ്മളെ ആൾക്കാരാണ് എന്നുള്ള നിലപാടില്ല. എന്നാൽ നമ്മൾ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ എന്താ വെച്ചാൽ മൂപ്പരാണ് പ്രധാനമന്ത്രി വെച്ചെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പറഞ്ഞേക്കുള്ളൂ. ആളാരാന്നല്ലേ? ഇയാള് ഇത് തെരച്ചു വലിച്ചതൊന്നുമല്ല, കൂട്ടിട്ട് പുകച്ചതാണെന്നുണ്ട്. ഈ അടുത്തായിട്ട് ഇയാളെ ഗ്യാസിന്റെ അസുഖത്തിന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് 4 വളി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അതിന് പോലും ഇയാളെ കൊണ്ട് ആയിട്ടില്ല. എന്നിട്ടാണ് ഇപ്പൊ അയാള് ഡൽഹിയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്. ഇയാളെ വിചാരം ഡൽഹിയിൽ മുസ്ലിങ്ങൾ മാത്രമാണ് സമരം ചെയ്യണമെന്നാ. ഇയാള് പറയുന്നത് കേട്ടാ. ഇയാള് പറയുന്നത് മുഴുവൻ ഇതിൽ പറയാൻ പറ്റൂല. കാരണം ഇയാൾ പറയുന്ന ഇതിലേന്നല്ല, എവിടെയും പറയാൻ പറ്റൂല. അങ്ങനത്തെ കാര്യങ്ങളാ ഇയാള് പറയാം. ഇതൊന്നും കേൾപ്പിക്കാൻ അടക്കം കോലല്ല. പിന്നെ മറ്റവന്റെ മാരി അങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. അത് തൊള്ളിന് തിരിയാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. ഇയാള് വിറച്ചിട്ടും പോയി, മറ്റോ നുണച്ചിട്ടും പോയി. രണ്ടായാലും ഒരു കാര്യമല്ല. ഇപ്പൊ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോദി സാറിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് വലിയൊരു തെറ്റായി എന്നുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താ സംഖ്യകൾ കയറി നന്നായി പൊങ്കാലിട്ടിട്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി മോദി സാറിന് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന്. എങ്ങനെ ഒന്ന് വേണമെങ്കിൽ കേട്ടോ. ഞാൻ സ്റ്റുഡൻസിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് അതിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ മോദി സർക്കാരിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എന്നോട് കുറച്ചും കൂടെ ഉള്ള ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ എനിക്ക് മനസ്സിലായത് ഓൾറെഡി മോദി സർക്കാർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ തെറ്റുപറ്റി പോലെ എനിക്ക് വിഷമമുണ്ട്. കേട്ടില്ല നിങ്ങളെ? എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. ബെസ്റ്റ്മെന്റ് അപ്പൊ സംഖ്യകളെ ഇന്നിപ്പോ പഞ്ചാരി എണ്ണയും കുറെ ചെലവാകും. എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ടീമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എന്താ വെച്ചിട്ടാ കുഴപ്പമൊന്നുമില്ല. എന്തായാലും തെറ്റി തിരുത്തിക്കണു. ഇനി അതുകൊണ്ട് അവനെ തെറി പറയാൻ പോകണ്ട. കേട്ടില്ലേ? പുതിയ കാറൊക്കെ വാങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ? ആ കാറിന് 3 ഗിയറാ. അപ്പോ എന്തായാലും കാറൊക്കെ വാങ്ങിക്കണു. ഒലിക്ക് ഇനി എങ്ങോട്ടാ മസനഗുടി വഴി ഊട്ടിക്കോ കൊടൈക്കനാലിക്കോ എവിടേക്കൊക്കെ പോകാനൊക്കെ ഉണ്ട്. പോയി വരട്ടെ. ഇനിയിപ്പോ ഏതായാലും മോദി സർക്കാരിനെ പറഞ്ഞതിന് വൈക്കുന്ന ആരോട്ട് പഞ്ഞിക്കണ്ട വെച്ചിട്ടാ തോന്നുന്നു. കുറ്റസമ്മതമൊക്കെ നടത്തിക്കണു. പറഞ്ഞതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്നും അല്ല ഉദ്ദേശിച്ചത്. സംഭവം മോദി സർക്കാരുണ്ടോ പാവാട്ടോ. നമ്മളീ വിചാരിച്ച മാതിരിയൊന്നുമല്ല, പാവാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു. ഓനെ ഇപ്പോഴതിനെ കുറിച്ച് പഠിച്ചത്, അതുകൊണ്ട് പറ്റിയതാ. പഠിച്ചതുകൊണ്ട് പറ്റിയ ഫാൾട്ടാ. എന്തായാലും അന്നെ കൊണ്ട് തന്നെ കജ്ജുള്ളൂ. പിന്നെ ഓൻ പറയണ്ടേ എന്ത്? ആശിയെ ഇനി ഞാൻ പിടിച്ചു വെച്ചോ? പറഞ്ഞെടുക്ക്. ആശിക്ക് എപ്പോ വേണമെങ്കിലും എൻ്റെ ഉമ്മയുടെ അടുത്ത് പോവാ. ആശിക്ക് എന്നെയും വേണം, ഉമ്മാനെയും വേണം. അപ്പൊ ആശിക്ക് ആശി ഞാൻ എന്നെ പിടിച്ചു വെച്ചോ? ഇപ്പൊ ഇവിടെ വെച്ച് പറ, ഇപ്പൊ പിടിച്ചു വെച്ചുകൂടോ? അപ്പൊ ആശി ഞാനും പിടിച്ചിട്ടില്ല.
എന്ത് ഷോ ചെങ്ങായി ഇത്. ഇവൻ മറ്റേ ആശി പോയ സമയത്ത് ബട്ടിന്ന വീഡിയോകളൊക്കെ കേട്ടീനല്ലേ ഇത്? ഇന്റെ അമ്മയുടെ പേര് ജമീല, ഓന്റെ അമ്മയുടെ പേര് നവീസ, ഇനിയും വരുമോ ഉസ്താദെ, ഇപ്പൊ ഓൻ എന്താ ചെയ്യുന്ന ഉസ്താദെ, നിങ്ങൾ അതിലൊന്ന് നോക്കി, നിങ്ങൾ ആപ്പിലൊന്ന് നോക്കി, ഓപ്പ എവിടെയുള്ളത്, ഇതിപ്പോ പഴയമായി ആകും ഉസ്താദെ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ, എന്ത് വേണമെങ്കിലും ചെയ്യാം ഉസ്താദെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഓൻ എൻ്റെ അടുത്തൊന്ന് എത്തിച്ചേരി. ഇത് റെക്കോർഡ് സഹിതം പുറത്തു ഇറങ്ങിയിട്ട് പറയാം ആശ എന്നെ ഞാൻ പിടിച്ചേച്ചിരിക്കണം. ഇനി അതൊന്നും അല്ലട്ടോ, ഇതൊന്നും കണ്ടോക്കാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിന്റെ പേരിൽ കുറെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലേ? ഒരുപാട് പേര് അത് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കൗത്തിലൊക്കെ ഒരു 1.5 കിലോ പൊട്ടിയാണ് ആ വലിച്ചിറങ്ങിയിരിക്കുന്നത്. എന്തേലും ആട്ടെ, ബാക്കി പറ, കേക്കണം നിങ്ങളിത്. സ്റ്റുഡൻസിന് സപ്പോർട്ടാണ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പം കുറെ ആൾക്കാർ മോദി സാറിനെ എഗെയിൻസ്റ്റ് പറയുന്നുണ്ട്. ഞാനത് അതിനെക്കുറിച്ച് വളരെ അധികമായി പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഇവർ തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. മോദി സാറിന്റെ സ്പെഷ്യൽ ടീം തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. പക്ഷേ എനിക്ക് പോലീസുകാരും അതുപോലെ നമ്മളെ സംരക്ഷണ പട്ടാളക്കാരും ഇങ്ങനെ സ്റ്റുഡൻസിനെ ഇട്ട് തല്ലുന്നത് കാണുമ്പോൾ ആസെ നമ്മൾ അതേ ലെവലിൽ വന്ന ആളായതുകൊണ്ട് എനിക്ക് അത് കണ്ടു നിൽക്കാൻ ഭയങ്കര സങ്കടമായതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. ആസിയോ? ഏതാസിയ? ഇംഗ്ലീഷ് പറഞ്ഞതല്ലേ? അപ്പൊ എന്തിപ്പോ പറഞ്ഞ? മോദി സാറ് മോദി സർക്കാരിന്റെ സ്പെഷ്യൽ ടീം തന്നെയാണ് കണ്ടുപിടിച്ചതെന്നുള്ളത്. ഭയങ്കര ദീനില്ല ആളാട്ടോ. കണ്ടില്ലേ 2 ദിവസം മുമ്പ് നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ട്, ലിപ്സ്റ്റിക്കും നിസ്കാരക്കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ട്, അത് കണ്ടിരുന്നല്ലേ? ഇപ്പൊ നിക്കണില്ലേ ചുണ്ണാമ്പടിച്ച ചുമരുമൊക്കെ മഴ തെറിച്ചമായി ഒന്നായിട്ടാണ് വിളിച്ചിറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അവൻ പറയണേ ആസിയ ഞാൻ ഇത് നന്നായി പഠിച്ചു. ഇവനിക്ക് എവിടെ ഇത് സ്കൂൾ കുറഞ്ഞാച്ച കാലത്തോൻ പഠിച്ചിട്ടില്ല. പിന്നെ പോകുമ്പോ അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദിന്റെയും അതല്ലെന്നുണ്ടെങ്കിൽ നാസറൊക്കെ കാര്യം എന്തിനാ ചെങ്ങായിമാര് ഇവനോട് ചോദിക്കണം? ഇവനിക്ക് എന്തെങ്കിലും അതിനെ കുറിച്ചൊരു ധാരണ വേണ്ട. ഇത് പറയണമെങ്കിൽ ഈ യൂട്യൂബറേത്ത് പറയും നരേന്ദ്രമോദി അച്ചാഹെ, അപ്പുറത്തേക്ക് പോയിട്ട് സ്റ്റുഡന്റ് അച്ചാഹെ. നിലപാടിന്റെ രാജകുമാരനാവോനെ ഓനോടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? കൂട്ടിട്ട് പുകച്ച മറ്റോന്റെ കാര്യം. എവിടുന്ന ഈ മറ്റേ എന്താ പറയാ തൂഫാന്റെ ഭാഗമൊക്കെ ആയിട്ടുമ്പറ്റേക്ക് ഈ സാധനം കിട്ടണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് രാവിലെ ഇങ്ങോട്ട് അടിച്ചു കയറ്റിയിട്ട് വന്നിരുന്നിട്ട് അങ്ങോട്ട് പറയുന്ന എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നാൽ നേരങ്ങത്തിലൊരു വപ്പടം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊന്തിച്ച ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല. ഈ പറയുന്നൊക്കെ പാട് ഇതൊരു ക്യാമറയും തുറന്ന് നിറച്ചിട്ട് പറയുന്ന വർത്താനാണ്. അതെന്താണെന്ന് പോലും ഇവിടെ പറയാൻ പറ്റൂല. അത് ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാ ഞാൻ പോട്ടെ, ശരി. എന്നാ 2 മോഡി ഫാൻസ് അവരോടും ബൈ. മോദി